Hello everyone, welcome to Kids Area Online. Kids Area Online കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്, ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവായിട്ടാണ്, ഓൺലൈൻ ട്യൂഷനാണ്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് ട്യൂഷൻ സമയം വരുന്നത്. കുട്ടികൾ സ്കൂൾ ടൈം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് അവർക്കുള്ള ട്യൂഷൻ സമയം വരുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. LKG UKG ഓൺലൈൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. റെഗുലർ ക്ലാസ്സസ്, അതായത് സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസ് സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ടും കിഡ്സ് ഏരിയ ഓൺലൈൻ LKG UKG നൽകുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഓഗസ്റ്റ് മുതൽ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈൻ ക്ലാസ് ആണ്, ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. എല്ലാ ക്ലാസ്സിനെയും റെക്കോർഡഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അതിനായിട്ട് കോൺടാക്ട് ചെയ്യാം. 9746487799. ഇംഗ്ലീഷ് മലയാളം ഓൺലൈൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതായത് ഇംഗ്ലീഷും മലയാളവും, ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് വേറൊരു കോഴ്സാണ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് മറ്റൊരു കോഴ്സാണ്. കുട്ടികൾക്ക് കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും ബാക്കിലായിട്ടുള്ള പുറകിലോട്ടായുള്ള കുട്ടികൾക്കുള്ള ബേസിക് ക്ലാസ്സസ് ആണ്. അവരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചെടുക്കുന്ന ക്ലാസ്സസ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് മുതൽ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. 9746487799. എല്ലാ ക്ലാസ്സുകളും സൂമിൽ ലൈവായിട്ടാണ് വരുന്നത്. അതിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ക്ലാസ് 1 ഇംഗ്ലീഷ് കേരള സിലബസ് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ ചിൽഡ്രൻ, ഇംഗ്ലീഷാണ് കേട്ടോ. എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൻ്റെ എപ്പിസോഡ് 1 ആണിന്ന്. അപ്പോൾ ഇന്ന് മുതലുള്ള എല്ലാ ക്ലാസ്സസും എല്ലാവരും ഉറപ്പായിട്ടും കാണണം. നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എക്സാം വരുമ്പോൾ അതിൽ എല്ലാ മാർക്സും സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ആർ യു റെഡി? യെസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ആക്ടിവിറ്റിയിലൂടെ നമ്മൾ പോവുകയാണ്. നിങ്ങൾ പഠിച്ചതാണ്. ഇതാരാ? വിച്ച് വെഹിക്കിൾ ഈസ് ദിസ്? ഇത് ഏത് വെഹിക്കിളാ, ഏത് വണ്ടിയാ? ബസ്. ബസ്സിന് എന്തായിരുന്നു നിറം, കളർ ഏതായിരുന്നു? ബ്ലൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇവിടെ നോക്കിയേ, ഈ ബസ് എന്തോ പറയുന്നില്ലേ? എന്താണെന്നറിയാവോ? ഐ ആം എ ബസ്. ഞാൻ ഒരു ബസ്സാണ്. ഐ ആം എ ബസ്. ഞാൻ ആരാ? ബസ്. ബസ് എന്താ പറയുന്നേ? ഞാൻ ബസ്സാണ്. ഞാൻ ബസ്സാണെന്ന് ബസ് പറയുവാണല്ലേ. ഐ ആം എ ബസ്. ഐ ആം എ ബസ്. അപ്പോൾ ഞാൻ ബസ്സാണെന്ന് എങ്ങനെയാ പറയാ? ഐ ആം എ ബസ്. ഐ ആം എ ബസ്. ഇനി ബസ് എങ്ങനെ ശബ്ദം ഉണ്ടാക്കുക? ഹോങ് ഹോങ് ബസ്. ഹോങ് ഹോങ് ബസ്. ബസ് എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുക? ഹോങ് 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 ഹോങ്. അപ്പോൾ ബസ്സിന്റെ ശബ്ദം ഹോങ് ഹോങ് ബസ്. ഹോൺ കണ്ടോ? ഹോൺ എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുക? ഹോങ് 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 ഹോങ്. ബസ് എന്താ പറഞ്ഞേ? ഐ ആം എ ബസ്. ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ്. ബസ് മാത്രമാണോ ഉണ്ടായിരുന്നത് ഈ സ്റ്റോറിയിൽ? നോ, വേറെ ആരാ? car. Which color? Red color car. Blue color bus. Red color car. ഇവർ രണ്ടുപേരുമാണ് ഈ സ്റ്റോറിയിൽ ഉള്ളത്. ഓർമ്മയുണ്ടോ? ബസ് പറഞ്ഞു ഐ ആം എ ബസ്. ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ്. ഇവിടെ നോക്കിയേ, കാർ എന്താ പറയുന്നേ? ഐ ആം എ കാർ. ഞാൻ കാറാണ്. I am a car. ഞാൻ കാറാണ്. I am a car. ഞാൻ കാറാണ്. ഞാൻ കാറാണെന്ന് ആരാ പറയുന്നേ? കാർ പറയുന്നു. കാർ എങ്ങനെയാ പറയുന്നേ? I am a car. I am a car. ഇനി കാറിന്റെ സൗണ്ട് എങ്ങനെയാ? ടൂട്ട് ടൂട്ട്. കേട്ടിട്ടുണ്ടോ? കാറിന്റെ ഹോൺ കേട്ടിട്ടുണ്ടോ? ടൂട്ട് ടൂട്ട്. ടൂട്ട് ടൂട്ട് കാർ. ടൂട്ട് ടൂട്ട് കാർ. ബസ് എന്ന് പറഞ്ഞു ഹോങ് ഹോങ് ബസ്. അപ്പോൾ ഹോങ് ഹോങ് ആരുടെ സൗണ്ടാണ്? ബസിന്റെ സൗണ്ടാണ്. ടൂട്ട് ടൂട്ട് കാർ. ടൂട്ട് ടൂട്ട് ആരുടെ ശബ്ദമാണ്? കാറിന്റെ ശബ്ദമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
ഐ ആം എ കാർ, ഐ ആം എ ബസ് എന്ന് എഴുതാനും മനസ്സിലായല്ലോ. ഇവിടെ നോക്കിയേ, ഇതാരാ? ട്രെയിൻ, സൈക്കിൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈക്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്, ചുക് ചുക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, ട്രെയിൻ എന്ന് എഴുതിയിട്ടുണ്ട്, ഡിങ് ഡിങ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിനുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? സൈക്കിൾ ട്രെയിനുമായിട്ട് ബന്ധമുള്ളതാണോ? നോ. ചുക് ചുക് ആരുടെ ശബ്ദം? ചുക് 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 ആരുടെ ശബ്ദമാ? ട്രെയിനിന്റെ ശബ്ദമാണ് ചുക് ചുക്. ഓക്കെ, ചുക് ചുക് ആരുടെ ശബ്ദം? ട്രെയിനിന്റെ സൗണ്ട്. അപ്പൊ ചുക് ചുക് ട്രെയിനുമായിട്ട് ബന്ധമുണ്ട്. ട്രെയിൻ ഇതിന്റെ പേരാണെന്ന് ആരാ പറയാ? ഐ ആം എ ട്രെയിൻ. ട്രെയിൻ പറയല്ലേ. അപ്പൊ ട്രെയിൻ, ചുക് ചുക് ഇത് രണ്ടും ആർക്കാണ്? ട്രെയിനാണ്. ടിങ് ടിങ് ആരാ? ട്രെയിനാണോ സൈക്കിളാണോ? സൈക്കിൾ. അപ്പോൾ ടിങ് ടിങ് ആരുടെ നേർക്ക് എഴുതണം? സൈക്കിളിന്റെ നേർക്ക് എഴുതണം. ഇവിടെ സൈക്കിൾ പേര് കൊടുത്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഈ സൈക്കിളിനെ കുറിച്ച് എങ്ങനെയാ പറയാ? ഐ ആം എ, എന്താ പറയാ? ഐ ആം എ. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത ശേഷം ആൻസർ എഴുതണം. ഓക്കെ, ടീച്ചർ പറഞ്ഞു തരാം. ഐ ആം എ സൈക്കിൾ എന്താ പറയാ? ഐ ആം എ സൈക്കിൾ എന്ന് പറയോ, ട്രെയിൻ എന്ന് പറയോ? സൈക്കിൾ. ഐ ആം എ സൈക്കിൾ, ഐ ആം എ സൈക്കിൾ. നമ്മുടെ ബസ്സും കാറും പറഞ്ഞതുപോലെ, ബസ് പറഞ്ഞു ഐ ആം എ ബസ്, കാർ പറഞ്ഞു ഐ ആം എ കാർ. സൈക്കിൾ എന്ത് പറയും? ഐ ആം എ സൈക്കിൾ, ഐ ആം എ സൈക്കിൾ. എന്നിട്ട് എന്താണ്? ബസ് പറഞ്ഞു ഹോങ് ഹോങ് ബസ്, കാർ പറഞ്ഞു ടൂട്ട് ടൂട്ട് കാർ. അപ്പൊ സൈക്കിൾ എന്ത് പറയും? ചുക് ചുക് സൈക്കിൾ എന്ന് പറയോ? നോ. ടിങ് ടിങ് സൈക്കിൾ, ടിങ് ടിങ് സൈക്കിൾ. ഓക്കെ, ഐ ആം എ സൈക്കിൾ, ഐ ആം എ സൈക്കിൾ, ടിങ് ടിങ് സൈക്കിൾ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ട്രെയിൻ എങ്ങനെയാ എഴുതുക? ട്രെയിൻ എങ്ങനെയാ എഴുതുക? നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് ഇട്ടുതരും. നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം കേട്ടോ. ഐ ആം എ ട്രെയിൻ, ഐ ആം എ ട്രെയിൻ, ഐ ആം എ ട്രെയിൻ. ബസ് പറഞ്ഞു ഐ ആം എ ബസ്, കാർ പറഞ്ഞു ഐ ആം എ കാർ. സൈക്കിൾ എന്ന് പറഞ്ഞു ഐ ആം എ സൈക്കിൾ. അപ്പോൾ ട്രെയിൻ എന്താ പറയാ? ഐ ആം എ ട്രെയിൻ. ഇനി ശബ്ദം ഉപയോഗിച്ച് എങ്ങനെയാ പറയാ? സൗണ്ട് ഉപയോഗിച്ച് എങ്ങനെയാ പറയാ? ബസ് പറഞ്ഞു ഹോങ് ഹോങ് ബസ്, കാർ പറഞ്ഞു ടൂട്ട് ടൂട്ട് കാർ, സൈക്കിൾ പറഞ്ഞു ടിങ് ടിങ് സൈക്കിൾ. ട്രെയിൻ എന്താ പറയാ? ചുക് ചുക് ട്രെയിൻ, ചുക് ചുക് ട്രെയിൻ. ഓക്കെ, അപ്പോൾ ശബ്ദവും ഐ ആം എന്നെഴുതാനും നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങനെ നിങ്ങൾക്ക് ആഡ് മോർ ലൈൻസ് ചോദിച്ചാൽ എഴുതില്ലേ? നിങ്ങൾ എഴുതും. ചിലപ്പോൾ കോൺവെർസേഷനിൽ ചോദിക്കും. ബസ് പറയും ഐ ആം എ ബസ്. അപ്പോൾ കാറിൻ്റെ അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഐ ആം എന്ന് മാത്രം നൽകിയിട്ടുണ്ടാവും, ബാക്കി എഴുതണം. ഐ ആം എ കാർ. ട്രെയിൻ എന്ത് പറയും? ഐ ആം എ ട്രെയിൻ. വാൻ ആണെങ്കിൽ എന്ത് പറയും? ഐ ആം എ വാൻ. സൈക്കിൾ ആണെങ്കിൽ എന്ത് പറയും? ഐ ആം എ സൈക്കിൾ. ഓട്ടോറിക്ഷ എന്ത് പറയും? ഐ ആം ആൻ ഓട്ടോറിക്ഷ. ഓക്കെ, മനസ്സിലായോ? എഴുതാൻ അറിയാവോ? യെസ്. ഐയുടെ സ്പെല്ലിംഗ് ഐ എന്ന് തന്നെയാണ്. ആമിന്റെ സ്പെല്ലിംഗ് എ എം, എ എം. ഐ ആം, ഐ ആം, എ എം, ആം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. എല്ലാവരും എല്ലാ ക്ലാസ്സും കറക്റ്റായിട്ട് കാണണം കേട്ടോ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്, ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവായിട്ടാണ്, ഓൺലൈൻ ട്യൂഷനാണ്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് ട്യൂഷൻ സമയം വരുന്നത്. കുട്ടികൾ സ്കൂൾ ടൈം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് അവർക്കുള്ള ട്യൂഷൻ സമയം വരുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. LKG UKG ഓൺലൈൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. റെഗുലർ ക്ലാസ്സസ്, അതായത് സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് റെഗുലർ ക്ലാസ്സസ് സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ടും കിഡ്സ് ഏരിയ ഓൺലൈൻ LKG UKG നൽകുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഓഗസ്റ്റ് മുതൽ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓൺലൈൻ ക്ലാസ് ആണ്, ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. എല്ലാ ക്ലാസ്സിനെയും റെക്കോർഡഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അതിനായിട്ട് കോൺടാക്ട് ചെയ്യാം. 97464877
99. ഇംഗ്ലീഷ് മലയാളം ഓൺലൈൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അതായത് ഇംഗ്ലീഷും മലയാളവും, ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് വേറൊരു കോഴ്സാണ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് മറ്റൊരു കോഴ്സാണ്. കുട്ടികൾക്ക് കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും ബാക്കിലായിട്ടുള്ള പുറകിലോട്ടായുള്ള കുട്ടികൾക്കുള്ള ബേസിക് ക്ലാസ്സസ് ആണ്. അവരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചെടുക്കുന്ന ക്ലാസ്സസ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് മുതൽ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. 9746487799. എല്ലാ ക്ലാസ്സുകളും സൂമിൽ ലൈവായിട്ടാണ് വരുന്നത്. അതിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്.